എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 പരീക്ഷാഫലം എങ്ങനെ പരിശോധിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അതുപോലെ തന്നെ +1 റെഗുലർ വിഭാഗം വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ +1 സേവർ ഇംപ്രൂവ്മെൻറ്റ് അതുപോലെ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം ഏകദേശം ഏപ്രിൽ 20-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ അതായത് +1 പബ്ലിക് എക്സാമിനേഷനിൽ റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ അതായത് ആദ്യമായിട്ട് +1 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുക ഏകദേശം മെയ് 20-ാം തീയതിയോടെ അല്ലെങ്കിൽ മെയ് 15-ാം തീയതിയോടെ ആയിരിക്കും. അതായത് മെയ് ഈ ഒരു സെക്കൻഡ് വീക്കോടെയാണ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മെയ് 15 ആ ഒരു ഡേറ്റോടുകൂടി വിദ്യാർത്ഥികളുടെ +1 പരീക്ഷാഫലം അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ +2 വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം ഏകദേശം മെയ് 10-ാം തീയതിയോടെ തന്നെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ ഒരു പരീക്ഷാഫലങ്ങൾ എങ്ങനെ പരിശോധിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് kerala-results.nic.in അതല്ലെങ്കിൽ സഫലം മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ iExam മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിവ വഴിയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു kerala-results.nic.in എന്നുള്ള വെബ്സൈറ്റ് വഴിയും അതുപോലെ തന്നെ കൈറ്റിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, ആ ഒരു കൈറ്റ് വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ kerala-results.nic.in എന്ന വെബ്സൈറ്റ് വഴി റിസൾട്ട് പരിശോധിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഈ ഒരു kerala-results.nic.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ മുകളിലായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ DHSE ഫസ്റ്റ് ഇയർ സേവർ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ഇയറിൻ്റെ അതായത് ഏകദേശം മെയ് സെക്കൻഡ് വീക്കോടെ വരുന്ന റിസൾട്ട് അറിയാനായിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് DHSE ഫസ്റ്റ് ഇയർ എക്സാം റിസൾട്ട്സ് 2025 എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കാം. അപ്പോൾ റിസൾട്ട് എപ്പോഴാണ് വരുന്നത് അതിനനുസരിച്ച് മുകളിലായിട്ട് ഇവിടെ ഈ ഒരു വെബ്സൈറ്റിൽ ലിങ്ക് വരുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ അതായത് ആ ഒരു റിസൾട്ട് അറിയാനുള്ള പേജിലേക്ക് ലോഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ റിസൾട്ട് അറിയാനുള്ള ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു രജിസ്റ്റർ നമ്പർ നൽകാനുള്ള ആ ഒരു ഭാഗമായിരിക്കും. അപ്പോൾ ആ ഒരു രജിസ്റ്റർ നമ്പർ എന്ന് പറയുമ്പോൾ റോൾ നമ്പറാണ്. അപ്പോൾ ആ റോൾ നമ്പർ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെയാണ് കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റോൾ നമ്പർ നൽകുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലോഡായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ വിഷയമാണോ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തത് അതിൻ്റെ മാർക്ക് മാത്രമേ അതിൽ കാണാൻ സാധിക്കുള്ളൂ. അതുപോലെ നിങ്ങൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായാലും ഏതെങ്കിലും ഒരു സ്പെസിഫിക് വിഷയം ആയിരിക്കും, അത് സ്പെസിഫിക് ആയിട്ടുള്ള നിങ്ങൾ തോറ്റിട്ടുള്ള അല്ലെങ്കിൽ മാർക്ക് കുറവായിട്ടുള്ള പരീക്ഷകളായിരിക്കും, സബ്ജക്റ്റുകളായിരിക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള സബ്ജക്റ്റുകളുടെ മാർക്കുകൾ മാത്രമായിരിക്കും അതിൽ നൽകിയിട്ടുണ്ടാവുക. ബാക്കിയുള്ള ആ ഒരു സബ്ജക്ട്സിൻ്റെ മാർക്ക് ഡീറ്റെയിൽസ് ഒന്നും നൽകിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആ റിസൾട്ട് പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. അതിനുശേഷമാണ് നിങ്ങളുടെ +2വിൻ്റെ റിസൾട്ട് വരിക. +2 റിസൾട്ട് ഏകദേശം മെയ് 10-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് നിങ്ങളുടെ റിസൾട്ട് ഇതേ വെബ്സൈറ്റ് വഴി തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് വഴി അതായത് DHSE റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റോൾ നമ്പർ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകിക്കൊണ്ട് സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം അറിയാനായിട്ട് റോൾ നമ്പർ മാത്രമേ നൽകേണ്ടതുള്ളൂ. എന്നാൽ നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ടാണ് അറിയേണ്ടതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റോൾ നമ്പറിനോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി നൽകി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു +1ൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം പരീക്ഷാഫലം ഏകദേശം ഏപ്രിൽ 20-ാം തീയതിയോടെ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.